ഈ മെഷീൻ വെച്ചിട്ടാണ് 2 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഒരു മെഷീനിൽ വെച്ചിട്ട് പരിപാടി തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് മെഷീനായി ഒരു 1.5 കോടി കൂടുതൽ മെഷീനും കാര്യങ്ങളൊക്കെ ആയി. ഒരുപാട് മെഷീനുണ്ട് ഇവിടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. വെറും 5000 രൂപയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടോ? ഓ ആയി പറക്കാൻ തുടങ്ങിയല്ലോ. ഓ ഇത് അരി കേൾക്കുന്ന റൈസ് മെഷീനാണ്. ഇതിൽ നിന്നാണ് നമ്മൾ അരി കേകി വൃത്തിയാക്കി എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, പുട്ടുപൊടി. എനിക്ക് 3 മാസം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ കൊഴുപ്പ്, അതിനൊക്കെ തന്നെ ഫാക്ടറി, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി നല്ല സുന്ദരമായ ഒരു ബോഡി ഷേപ്പിലേക്ക് വരാൻ കഴിയും. വെറും 5000 രൂപയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടോ? ഒരു അടിപൊളി ഒരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയാലോ? ഇതിനൊക്കെ പറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത്. ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം. ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്കൊരു അടിപൊളി ഒരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഒത്ത നടുവിലാണ്. ഊർക്കടവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണുള്ളത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്തതാണ്. അന്ന് വെറും 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും ബിസിനസ് തുടങ്ങാൻ വേണ്ടി ജനങ്ങളെ പഠിപ്പിച്ച ആ തമ്പുരാൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. നമസ്കാരം. ഹായ്, നമസ്കാരം. നമ്മൾ 2 വർഷങ്ങൾക്ക് ഇപ്പുറം വന്നപ്പോൾ വൻ സെറ്റപ്പിലേക്ക് മാറി അല്ലേ? അതെ അതെ. അന്ന് എനിക്ക് തോന്നുന്നു ചെറിയൊരു ചെറുകിട കച്ചവടക്കാരെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു നമ്മൾ അല്ലേ? അതെ അതെ. ഇന്നിപ്പോ അത് മാറി കോടികൾ മുടക്കിയിട്ടുള്ളൊരു ലെവലിലേക്ക് മാറി. അതെ, ഇന്നിപ്പോ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മുടെ ബിസിനസ് നയിക്കുന്നത്. അതെ. ഇന്ന് അതിനെ സഹായിക്കാനും ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. ഇനിയും ഒരുപാട് പേർക്ക് അതിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, അന്ന് 1000 2000 രൂപയ്ക്കൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യിപ്പിച്ചായിരുന്നു ഒത്തിരി പേര്. ആയിരക്കണക്കിന് ആൾക്കാർ, ആയിരക്കണക്കിന് 10000 എന്നൊക്കെ പറയേണ്ടി വരും. അതെ, ഇന്ത്യയില് നമ്മുടെ ആ സാധനങ്ങൾ പോകാത്ത, അന്നത്തെ സാധനങ്ങൾ പോകാത്ത സംസ്ഥാനങ്ങൾ തന്നെ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഭയങ്കരം ഓർഡർ ആയിരുന്നു വന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വരെ വിട്ടിട്ടുണ്ട്. അറബികൾ വരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒരു കാര്യം ചോട്ടെ, അത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ. നമ്മുടെ ഒരൊറ്റ വീഡിയോ തമ്പുരാൻ ചേട്ടൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ അല്ലേ? ആദ്യമായിട്ട് അവസാനമായിട്ട് നമ്മുടെ ഒരൊറ്റ വീഡിയോ മാത്രമേ തമ്പുരാൻ ചേട്ടൻ ചെയ്യിച്ചിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും നമ്മൾ ഇവിടെ ഇതേ തട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ വന്നപ്പോൾ ലെവലൊക്കെ മാറുമ്പോൾ സിനിമ കഥ പോലെ തന്നെയായി. ഇത് പറയുമ്പോൾ ഓർക്കണം, സിനിമയുടെ വലിയൊരാളാണ് കേട്ടോ. വലിയൊരു തിരക്കഥാകൃത്തും അങ്ങനെ അറിയപ്പെടുന്ന ഒരാളാണ്. എങ്ങനെയുണ്ട് സിനിമയുടെ പ്രവർത്തനമൊക്കെ? കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. പുതിയ പ്രോജക്റ്റുകളായി വരുന്നുണ്ട്. ഒരു സൈഡ് അങ്ങനെ അതും നിർത്തിയിരിക്കുകയാണല്ലേ? അതെ, ഉടനെ തന്നെ ഒരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുകയാണ്. ഈ 5000 രൂപയ്ക്ക് നമ്മളൊരു ബിസിനസ് കൊടുക്കാന്ന് പറഞ്ഞത് അത് എങ്ങനെ സെറ്റപ്പ് ആകും? തീർച്ചയായും നടക്കുമെന്നറിയാം. 1000 2000 നടത്തിയ ആളാണ്. അപ്പൊ ഈ 5000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരാൾക്ക് ബിസിനസ് ചെയ്യാവുന്നതല്ലേ? ഒരു സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ 1000 2000 രൂപയുടെ ബിസിനസ് നേരത്തെ അനൗൺസ് ചെയ്ത് അതിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ മെമ്പർമാരായിട്ടുള്ളത്. ഇന്നിപ്പം കമ്പനി അതിന്റെ പിന്നിൽ എല്ലാവരുടെയും ഒരു സഹായവും ഒരു സഹകരണം കൊണ്ടാണ് ഇത്രയും വളർച്ചയിലെത്തിയത്. നിങ്ങൾ തന്നെയാണ് അല്ലേ? അത് തീർച്ചയായും. കാര്യം എന്നെ എന്തുവാ പറയുന്നത്, ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ആ സഹായം കൊണ്ട് ഇന്നിപ്പം അറിയപ്പെടുന്ന ഒരു വലിയ കമ്പനിയാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കമ്പനി ISO സർട്ടിഫൈഡ് ആണ്, ട്രേഡ് മാർക്കുണ്ട്. ഇങ്ങനെ മറ്റെല്ലാവിധ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഓഫീസും ആ ഒരു സെറ്റപ്പും ഒക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. ഞാൻ മൻസൂർ മുഹമ്മദ് ബ്രണ്ടാവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നമുക്ക് നിലവിലുള്ളത്? നിലവിലിപ്പോൾ നമുക്ക് 70 തരം പ്രോഡക്റ്റാണ് നമ്മൾ ഓൺ പ്രോഡക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ തന്നെ ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റുകളാണ്. ഇത് എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ള നിത്യോപയോഗം എന്ന് വേണേൽ പറയാം. നിത്യോപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് നേരത്തെ തുടക്കകാലത്ത് എനിക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പോഴും പ്ലസ് മസാല അങ്ങനെയൊക്കെയാണ്. അതിപ്പോഴും പിന്തുടർന്ന് വരുന്നുണ്ട്. അതിൻ്റെ ആൾക്കാർ ഒരു സൈഡിലുണ്ട്. പക്ഷേ ഇന്നിപ്പം കുറെ കൂടെ ഹൈലൈറ്റ് ആയിട്ട് 10-25 പരം മിഷനറികൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ സംരംഭമാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 10-25 സ്റ്റാഫും. അതെ അതെ.
അല്ലേ? അതെ. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് എത്ര 6 പേര്, 5-6 പേരും അത്ര പേരെ അന്ന് സ്റ്റാഫ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഈ 2 വർഷം കൊണ്ട് 25-26 സ്റ്റാഫുകളിലേക്ക് വളർന്നു എന്നുള്ളതാണ് വളരെ വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മളൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും ഭാഗമാക്കാൻ സാധിച്ചതിൽ വലിയൊരു സന്തോഷമുണ്ട്. നമുക്ക് അതിലുപരി അഭിമാനവും തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും മൻസൂറിന്റെ അന്നത്തെ വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ഗെറ്റപ്പിലേക്ക് വരാൻ ഉണ്ടായ എല്ലാ. തീർച്ചയായും ഇനിയും നമ്മുടെ എല്ലാ സഹകരണവും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ. ഇത് അരി കേൾക്കുന്ന റൈസ് മെഷീനാണ്. ഇതിൽ നിന്നാണ് നമ്മൾ അരി കേകി വൃത്തിയാക്കി എടുക്കുന്നത്. ഇതിൽ നിന്നൊരു 10-15 മിനിറ്റ് നമ്മൾ ഇതിൽ നിന്ന് അരി കേകി എടുക്കും. അതിനുശേഷമാണ് നമ്മൾ ഇത് സ്റ്റീമറിലിട്ടിട്ട് പുട്ടുപൊടിക്ക് വേണ്ടിയിട്ട് ആവിയിൽ വേവിക്കുന്നത്. ഇത് നല്ല വെള്ളം തെളിഞ്ഞിട്ടാണ് ഞങ്ങൾ അരി ഈ പാത്രത്തിലേക്ക് വിടുന്നത്. നല്ല ക്ലിയർ ആയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇതിലേക്ക് ഒഴിവാക്കുന്നത്. നമ്മൾ കേകിയെടുത്ത അരി സ്റ്റീം ചെയ്തിട്ടാണ് പുട്ടുപൊടി ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ കേകിയെടുത്ത അരി നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രയറിലേക്ക് എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ഇത് നമ്മൾ ഡ്രയറിലേക്ക് സെറ്റ് ചെയ്യും. എത്ര സമയം എടുക്കും? ഇത് 35 മിനിറ്റ് കൊണ്ട് ഇത് മൊത്തം സ്റ്റീം ചെയ്ത് കിട്ടും. ഇത് കശുവണ്ടി, ചിപ്സ് അങ്ങനത്തെ ഒക്കെ ഫ്ലേവർ മിക്സ് ചെയ്യുന്ന മെഷീനാണ്. ഇത് വറുക്കുന്ന മെഷീനാണ്. പുട്ടുപൊടി, അരിപ്പൊടി അങ്ങനെ എല്ലാ സാധനങ്ങളും വറുത്തുണ്ടാക്കുന്നതാണ്. ഇത് ചക്ക്, മരച്ചക്കാണ്. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ആട്ടുന്നത്. നാടൻ വെളിച്ചെണ്ണയാണ്. ഇതിൽ ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. കറി വെക്കണേ കുറച്ച് കോസ്റ്റ് ഇത്തിരി കൂടുതലാണ്, പക്ഷെ എന്നാലും ശരീരത്തിന് നല്ല സാധനമാണ്. ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളോട് ഈ വെളിച്ചെണ്ണ വാങ്ങുന്നത്. അപ്പോൾ സാധാരണക്കാർ വാങ്ങുന്നുണ്ട് തലയിൽ തയ്ക്കാൻ മാത്രം. ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കൊളസ്ട്രോളൊക്കെ കുറയുന്നതാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ വാങ്ങുന്നുണ്ട്. 100-150 ബോട്ടിലുണ്ട്, 500 ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്. അങ്ങനെ ഒക്കെ ആയിട്ട് വെളിച്ചെണ്ണ ഒരുപാട് ഉണ്ടായിരുന്നു. നമ്മൾ അരി പൊടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ഇത്. അരിപ്പൊടി, പുട്ടുപൊടി 2 സാധനങ്ങൾ പൊടിക്കുന്ന മെഷീനാണ്. പിന്നെ പൊടിച്ചതിന് ശേഷം തരിക്കുന്ന മെഷീനാണ് ഇത്. അരി തരിച്ചെടുക്കുന്ന മെഷീനാണ് ഇത്. ലേസ്, ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന മെഷീനാണ്. പിന്നെ ഇത് ഡ്രയറാണ്. ഡ്രയർ ചക്ക, ക്യാരറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണക്കിയെടുക്കുന്ന ചൂടുള്ള പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി, പുട്ടുപൊടിയൊക്കെ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ തണുപ്പിക്കുന്നത്. ഇതിൽ തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പാത്രത്തിൽ കോരിയിടുന്നത്. അപ്പം നേരത്തെ സ്റ്റീം ചെയ്യാൻ വെച്ച അരിയാണ്. ആവി പറക്കാൻ തുടങ്ങിയല്ലോ. ഓ, സ്റ്റീം ചെയ്ത് 35 മിനിറ്റ് അല്ലേ? ഓ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ട ആവി പറക്കുന്ന കണ്ട. തമിഴ്നാട്ട നമ്മള് 10-70ഓളം പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. അതെ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതേതാണ്? ഉണ്ടല്ലോ. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു പ്രോഡക്റ്റ് ഗവൺമെൻറ് ലാബിൽ ടെസ്റ്റ് ചെയ്ത്, ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ 41 തരം, സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് 41 തരം മില്ലറ്റും പൾസസ്, ഫ്രൂട്ട്സ്, നട്ട്സ് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി. ആ പ്രോഡക്റ്റാണ് ദൈ കാണുന്നത്. ഈ പ്രോഡക്റ്റാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നിലയിലേക്ക് മാറാൻ ഉണ്ടാക്കിയ ഒരു സഹായി എന്ന് പറയുന്നതാണ്. ഈ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള, അതായത് എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും അല്ല എത്ര വണ്ണം ഉണ്ടെങ്കിലും ശരി, എത്ര കൊഴുപ്പുള്ള ഒരാളാണെങ്കിലും ശരി, അവർക്ക് ഇത് നിരന്തരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും 3 മാസം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ കൊഴുപ്പ്, അതിനൊക്കെ തന്നെ ഫാറ്റ്, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി നല്ല സുന്ദരമായ ഒരു ബോഡി ഷേപ്പിലേക്ക് വരാൻ കഴിയും. അങ്ങനെ സഹായിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സഹായം ഈ ഒരു പ്രോഡക്റ്റാണ്. എൻ്റെ ഈ ഇന്നത്തെ കാണുന്ന ഈ നിലയിലേക്ക് വരാനുണ്ടാക്കിയ സാഹചര്യം ഒരുക്കിയ പ്രോഡക്റ്റ്.
ഇപ്പം ഞാൻ എൻ്റെ ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നതിൻ്റെ പരിസരത്താണ്. അതായത് വാഴക്കാട് ഗ്രാമീൺ ബാങ്കിലെ മാനേജർമാർ, അസിസ്റ്റൻറ്റ് മാനേജരും എനിക്ക് അവിടുത്തെ മെയിൻ മാനേജരുമാണ് എനിക്ക് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത്. അതിന് പ്രത്യേകം എനിക്ക് ഗ്രാമീൺ ബാങ്കിനോട് നന്ദി പറയേണ്ടതുണ്ട്, അവിടുത്തെ സ്റ്റാഫുകളോടും. കാര്യം എൻ്റെ ഇന്നത്തെ ഈ കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് കേരള ഗ്രാമീൺ ബാങ്ക് തന്നെയാണ്. ഓ മറ്റേ വാക്കം ചെയ്തത് വാക്കം ചെയ്തില്ല, അതാകുമ്പം വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാകാതെ എയർ കയറാതെ ഇരിക്കും. ഇതിനകത്ത് ഒരു എയറും ഇല്ല. എയറെല്ലാം പോയതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളൂ ലൈഫ്. ഇത് ഒണിയനാണ്. ഇത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത സാധനമാണ്. ഇത് നമ്മൾ ബിരിയാണി നെച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി. അല്ലാതെ ഇതൊന്നും ചെയ്യേണ്ട. ഈ സാധനം ഇതുണ്ടോ, ഇതല്ലാതെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നെയ്ച്ചോറിനൊക്കെ മുകളിലിട്ട് കൊടുക്കുക കുറച്ച്. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, പുട്ടുപൊടി. ഇത് ഉണ്ടാക്കുന്ന വിധം, ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് 3/4 ഗ്ലാസ് വെള്ളം, 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 20-25 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം പുട്ടുണ്ടാക്കിയാൽ നല്ല പൂ പോലത്തെ പുട്ടായിരിക്കും. പുതിയ വേറൊരു ഐറ്റമാണ് ചക്ക. സാധാ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധാ നല്ല ചക്ക, ഡീഹൈഡ്രേറ്റ് ചക്ക, ഡീഹൈഡ്രേറ്റ് ചെയ്താണ്. ഇത് നമ്മൾ എന്താ പറയുക, ഡ്രയറിലിട്ട് ഉണക്കി പാക്ക് ചെയ്യുന്നതാണ്. ചക്ക വെട്ടിപ്പൊളിച്ച് ഡ്രയറിലിട്ട് ഉണക്കി ഇതിൽ പാക്ക് ചെയ്യുന്നത്. 1 വർഷം വരെ ഈ ചക്കക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഇത് വെട്ടുക, അങ്ങനെ ഒന്ന് ഇവിടെ കത്രികനോട് വെട്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് ഒന്ന് വേവിച്ചാൽ നല്ല അടിപൊളി ചക്കക്കൂട്ടാനാവും. 1 വർഷം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മളൊരു മാസ്റ്റർ പീസ് സാധനമാണ്. ഇതെന്ന് പറയുന്നത് നമ്മളെ ഇപ്പോഴത്തെ ഈ കുട്ടികളൊക്കെ അല്ലേ, പെൺകുട്ടികളൊക്കെ മുഖത്ത് തേക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ക്യാരറ്റ് പൗഡർ, പിന്നെ പപ്പായൻ്റെ പൗഡർ. ഈ സാധനങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ചെറിയൊരു 18, 15, 16 വയസ്സുള്ള കുട്ടികളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതും നമുക്ക് നല്ല രീതിയിൽ ഇവിടെ വിറ്റ് പോകുന്നുണ്ട്. ഇത് ഗ്രീൻ ബനാന പൗഡറാണ്. 15 വയസ്സ് മുതൽ ഒരു 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തടി കൂടാനുള്ള മരുന്നാണ്. നല്ല സൗന്ദര്യം വെക്കാനോ കൂടാനൊക്കെ ഉള്ള ഒരു മരുന്നാണിത്. പിന്നെ നമുക്കുള്ളത് കുന്നങ്കായൻ്റെ പൗഡർ ഉണ്ട്. കുന്നങ്കായ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഇത് കുന്നങ്കായ പൗഡറാണ്. ഇത് ചെറിയ കുട്ടികൾക്ക് 90 ദിവസമൊക്കെ ആയ കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനമാണ്. അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ഈ ചിപ്സ്. ഇത് കുന്നങ്കായ ചിപ്സ് ആണ്, ഒരു വെറൈറ്റി ആയിട്ടാണ്. ഇത് നമ്മൾ മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് കുറച്ച് പാലിലോ എന്തെങ്കിലും ആക്കി കുറുക്കി കുട്ടികൾക്ക് കൊടുക്കാം. ഇത് നമ്മൾ സാധാ നമ്മളെ നല്ല കോസിയുള്ള അണ്ടിപ്പരിപ്പാണ്. ഇത് നമുക്ക് ആദ്യമുള്ള സാധനങ്ങളാണ്. ഇത് നമ്മളെ പുട്ടുപൊടി. ഇത് ഗോതമ്പ് മുളപ്പിച്ച് ഷുഗറിനൊക്കെ നല്ല സാധനങ്ങളാണ്. ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഗോതമ്പ് മുളപ്പിച്ചിട്ട് പുട്ടുപൊടിയാക്കിയത്. ഇതേപോലെ രാഗി മുളപ്പിച്ചിട്ട് പുട്ടുപൊടിയാക്കിയത്. ഇത് ഏലക്കായ, ഇത് ചിപ്സ്, ഇത് നമ്മളെ വെറൈറ്റി ഐറ്റം ചക്ക. ടോപ്പിൽ ഹണി ഫ്രൂട്ട്സ്, ഹണി, അതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പംകിൻ സീഡ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ് ഒരു ഡ്രൈ ഫ്രൂട്ട്സ്. ഒണിയൻ ഡീഹൈഡ്രേറ്റ്, ഈ ഒണിയനാണ് നമ്മൾ അത് മസാല സ്പൈസസ്. ഇത് നമ്മളെ ഫസ്റ്റ് സാധനം നമ്മുടെ തുടക്കം റെഡിയാ നമ്മളെ ഈ നിലയിൽ എത്തിച്ച ഐറ്റാണ്. അതിന്റെ താഴത്തുള്ള ക്യാഷ് ഇട്ട് അതും പംകിൻ സീഡ് ഉണ്ട്, പിന്നെ സൺഫ്ലവറിന്റെ ചിയാ സീഡ്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ വിവിധ ഇനം ഡ്രൈ ഫ്രൂട്ട്സുകള്, ചമ്മന്തിപ്പൊടി. ഇത് ദോശ, നമ്മളെ പുളിദോശ ഉണ്ടല്ലോ ഉണ്ടാക്കുന്നത്, ആ ദോശ കഴിക്കാനുള്ള ചമ്മന്തിയാണ്. രാമശ്ശേരിയുടെ കൂട്ടത്തില് കിട്ടുന്ന ടൈപ്പ് ആ ചമ്മന്തിപ്പൊടിയാണ്. അങ്ങനെ 10-70ഓളം പ്രോഡക്റ്റുകളാണ്. 70-ൽ കൂടുതൽ പ്രോഡക്റ്റുകളുണ്ട് അല്ലേ? നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കുണ്ട്? നമുക്ക് എല്ലാ ആഴ്ചയും റൂട്ടുണ്ട്. അതെ അല്ലേ? ഇന്ന് കോഴിക്കോടിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കാണ്. ഓരോ ദിവസം ഓരോ റൂട്ടിലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഐറ്റം ഏതാണ്?
നമ്മുടെ പുട്ടുപൊടി തന്നെയാണ് അല്ലേ? പുട്ടുപൊടി തന്നെയാണ്. പുട്ടുപൊടിയാണ് മാസ്റ്റർ പീസ് ഐറ്റം അല്ലേ? മാസ്റ്റർ പീസ് ഐറ്റം പുട്ടുപൊടിയും പിന്നെ പത്തിരിപ്പൊടിയും പിന്നെ നമ്മളെ ഈ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുണ്ട്. അത് ആൾക്കാർ ചോദിച്ചു. അതെനിക്ക് റയർ ഐറ്റംസ് ആണ്, പല വേറെ കമ്പനിക്കാർ ചെയ്യാത്ത ഐറ്റം ആയതുകൊണ്ട്, വേറൊരു കമ്പനി വേറെ വണ്ടിയിൽ കിട്ടാത്ത ഐറ്റംസ് ആയതുകൊണ്ട് അതിനും നല്ല മൂവിങ് ആണ് അല്ലേ? ഓക്കെ. നമ്മുടെ ഈ തമ്പുരാൻസ് പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? പുട്ടുപൊടിയും അതുപോലെ തന്നെ അവരുടെ പ്രോഡക്റ്റ് ഒക്കെ വളരെ ഉസാറായിട്ട് തന്നെ ജനങ്ങൾ പറയുന്നത്. അതെയല്ലേ? കുഴപ്പമൊന്നുമില്ല. കസ്റ്റമർ നമ്മൾ കൊടുക്കുന്തോറും അവർ അതന്നെ ചോദിക്കുന്നു. ഇപ്പൊ തനിമയൊക്കെ നമ്മൾ മാറ്റി വെക്കുക. അതെയല്ലേ? ഈ തേന്, നെല്ലിക്ക, അണ്ടിപ്പരിപ്പ് ഇപ്പൊ തമ്പുരാൻ ഐറ്റംസ് ആണ്. നല്ല മൂവിങ് ആണ്. പുട്ടുപൊടി ഇതാ, പുട്ടുപൊടി ഉണ്ട്. തമ്പുരാൻ പിന്നെ പത്തിരിപ്പൊടി, വെളിച്ചെണ്ണ എല്ലാം വെളിച്ചെണ്ണ ഒക്കെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. ശുദ്ധമായ ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ്. ഇനിയിപ്പോൾ അണ്ടർജിയൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നല്ല മൂവ് ഉണ്ടാവും. മതി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അത്യാവശ്യം 70-ന് മേലെ പ്രോഡക്റ്റുകളുണ്ട്. പക്ഷേ ഇവരെല്ലാവരുടെ കയ്യിലും 1-2 പ്രോഡക്റ്റ് വെച്ചുണ്ട് കേട്ടോ. എങ്കിൽ പോലും അത് തീരില്ല. എങ്കിലും നമ്മുടെ ആദ്യത്തെ ക്യാഷ്, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റായ വെയിറ്റ് ലോസ് പൗഡർ തൊട്ട് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുട്ടുപൊടി വരെയും ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലറയായിട്ടും അതേപോലെ ഹോൾസെയിലായിട്ടും ഒക്കെ ഇവിടുന്ന് കിട്ടുന്നതാണ്. അതിലുപരി ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. തമ്പുരാൻ ചേട്ടാ, നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എവിടെയൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും? ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ എവിടെയൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇല്ലാത്തത് നമുക്ക് ആവശ്യമുള്ളത്? ഇപ്പം നമുക്കുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് ഉള്ളത് നിലവിൽ. അതിനപ്പുറം ഏത് ഡിസ്ട്രിക്റ്റിലും അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിലാണെങ്കിലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ഇനിയിപ്പം നമ്മുടെ മറ്റു ജില്ലകളിലേക്കാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? അപ്പം ഒരു ജില്ലയിൽ തന്നെ വേണേൽ പലർക്കും വേണേൽ അങ്ങനെയും കൊടുക്കാം. ചെറുതായിട്ട് നമുക്ക് അങ്ങനെ ചെറിയ രീതിയിലും കൊടുക്കാൻ വേണേൽ ഒരു ജില്ല മൊത്തത്തിലായിട്ടും പാർട്ടായിട്ടും കൊടുക്കാം. അതായത് ഇപ്പം ഒരേ താലൂക്ക് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉള്ള ഒരു രീതിയിലേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.